1 കോടി രൂപ ചിലവഴിച്ച് മുക്കംകടവ് പാലം മുതൽ കുമാരനെല്ലൂർ വരെയുള്ള റോഡ് നവീകരണം പൂർത്തിയായപ്പോൾ പരാതി പ്രളയം. ചെറുപുഴ തീരത്തുകൂടിയുള്ള റോഡിന് സംരക്ഷണ ഭിത്തിയും ഡ്രെയിനേജും നിർമ്മിച്ചില്ല എന്നും തികച്ചും അശാസ്ത്രീയമായാണ് റോഡ് നവീകരണം നടത്തിയതെന്നുമാണ് പരാതി. ഇതോടെ സമരവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. റോഡ് നവീകരണം പൂർത്തിയാകുന്നില്ലെന്ന നീണ്ട പരാതികൾക്കൊടുവിൽ റോഡ് നവീകരിച്ചതോടെ പരാതികളുടെ പ്രളയമായി. മുക്കംകടവ് പാലം മുതൽ കുമാരനെല്ലൂർ വരെയുള്ള റോഡ് നവീകരണം പൂർത്തിയായപ്പോഴാണ് ഏറെ പരാതി ഉയരുന്നത്. ചെറുപുഴ തീരത്തുകൂടിയുള്ള റോഡിന് സംരക്ഷണ ഭിത്തിയും ഓവുചാലും നിർമ്മിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. തികച്ചും അശാസ്ത്രീയമായാണ് റോഡ് നവീകരണം നടത്തിയതെന്നും പരാതിയുണ്ട്. ഇതോടെ സമരവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. അടുത്ത ദിവസം നവീകരണം പൂർത്തിയാക്കിയ റോഡിൽ സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് മൂലം അപകടവും പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയും കുട്ടിയും കൂടി പുഴയിലേക്ക് വീണ സംഭവമുണ്ടായി. 1 കോടി രൂപ ചെലവഴിച്ചാണ് മുക്കംകടവ് മുതൽ കുമാരനെല്ലൂർ വരെയുള്ള 3/4 കിലോമീറ്റർ ദൂരം റീടാറിംഗ് നടത്തി നവീകരിച്ചത്. റോഡിൻ്റെ ഒരു വശത്ത് പോലും ഓവുചാൽ നിർമ്മിച്ചിട്ടില്ല. നടപ്പാതയും ഇല്ല. ഓവുചാൽ ഇല്ലാത്തത് മൂലം റോഡിൻ്റെ പല ഭാഗത്തും വെള്ളക്കെട്ടിനും കാരണമാകുന്നുണ്ട്. ചില വീടുകളുടെ മുറ്റത്തും സ്ഥാപനങ്ങളുടെ മുന്നിലുമൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്നുമുണ്ട്. ഇരുവശങ്ങളിലും കാനകൾ നിർമ്മിച്ച് സ്ലാബിട്ട് മൂടിയിരുന്നെങ്കിൽ കാൽനട യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരുന്നു എന്നാണ് പരാതിപ്പെടുന്നവർ പറയുന്നത്. താഴ്ചയുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകടം ഒഴിവാക്കണമെന്ന ആവശ്യവും പ്രവൃത്തി സമയത്ത് നാട്ടുകാർ ഉന്നയിച്ചിരുന്നെങ്കിലും വീതി വളരെ കുറഞ്ഞ റോഡിൽ ലഭ്യമായ ഭാഗം പൂർണ്ണമായും ടാറിംഗ് നടത്തിയതോടെ അപകടം വർദ്ധിക്കുകയാണ് ചെയ്തത്. തിരുവമ്പാടി, കൂടരഞ്ഞി, കക്കാടംപൊയിൽ, പൂവാറൻതോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മുക്കത്തു നിന്നുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ന്യൂസ് ബ്യൂറോ, മുക്കം.